ബസ് ഇപ്പോൾ പുതുക്കാട് KSRTC സ്റ്റാൻഡിലെത്തി. ഇവിടെ അധികം നേരം നിർത്തിയിടാറില്ല. ജസ്റ്റ് ബസ് ഒന്ന് സ്റ്റാൻഡിൽ കയറി അപ്പോൾ തന്നെ പോവുകയാണ് ചെയ്യാറ്. രാവിലെ ആയതുകൊണ്ട് അധികം ബ്ലോക്കൊന്നുമില്ല. ഉച്ച സമയത്താണ് ഇവിടെ നല്ല തിരക്കായിരിക്കും. പെട്ടെന്ന് മഴക്കാറൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്നൊരു മഴ പെയ്തു. അതുകൊണ്ട് ബസ്സിൻ്റെ ഷട്ടറൊക്കെ അടച്ചിട്ടേക്കുവാണ്. അതുപോലെ തന്നെ മഴ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. എനിക്ക് ബസ്സിൽ ജനലൊക്കെ തുറന്ന് വെച്ചിട്ട് കാഴ്ചയൊക്കെ കണ്ട് കാറ്റടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഷട്ടർ തുറന്നു. വഴിയിലതും തിരക്കില്ലാത്തതുകൊണ്ട് ബസ് പെട്ടെന്ന് തന്നെ ചാലക്കുടി സ്റ്റാൻഡിലെത്താറായി. ഇതായി കാണുന്നതാണ് KSRTCയുടെ ചാലക്കുടി ബസ് സ്റ്റാൻഡ്. ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. പൊതുവേ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നവർ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു. ഇവിടെയും ബസ് അധികം നേരം നിർത്തിയിടാറില്ല. ആൾ കയറാനൊന്നുമില്ല. അതുകൊണ്ട് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുകയാണ് ബസ്. കേരളത്തിലെ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്ന സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ചാലക്കുടി പുഴ. നമ്മൾ അതിലൂടെയാണ് പോകുന്നത്, ചാലക്കുടി പാലത്തിലൂടെ. ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴകളിലൊന്നാണ് ചാലക്കുടി പുഴ. ഇതായി കാണുന്നതാണ് ചാലക്കുടി പുഴയുടെ പാലം. നമ്മൾ ബസ്സിൽ നോക്കുമ്പോൾ അങ്ങനെ വെള്ളം കാണുന്നില്ല. തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് എറണാകുളം ജില്ലയിലേക്ക് കടന്നു. അങ്ങനെ ബസ് അങ്കമാലി KSRTC സ്റ്റാൻഡിലെത്തി. ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടിട്ടാണ് ബസ് പോവുള്ളൂ. ഇനി ഇവിടുന്ന് വഴി തിരിഞ്ഞു പോവും. ഇത്ര നേരം ദേശീയപാത 544-ലൂടെയാണ് വന്നത്. ഇനി അങ്കമാലിയിൽ നിന്ന് നേരെ തിരിഞ്ഞ് MC റോഡ് വഴിയാണ് പോകേണ്ടത്.